പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരും. രാവിലെ 11 മണിക്കാണ് യോഗം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ശേഷമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന് ഇന്ത്യ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥന് ചേരാത്ത തരത്തിലുള്ള പെരുമാറ്റത്തിന്റെ പേരിലായിരുന്നു അങ്ങനെയൊരു നടപടി. രാജ്യത്തെ വ്യോമ ഗതാഗതം ഏതാണ്ട് സാധാരണ നിലയിലേക്ക് ആവുകയാണ്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നയതന്ത്ര തലത്തിലുണ്ടാവുന്ന നടപടികൾ. പാകിസ്ഥാന്റെ പ്രതിനിധിയെ ഇന്നലെ ഇന്ത്യ പുറത്താക്കി. ഇന്നിപ്പോൾ ഇതാ ഇന്ത്യൻ പ്രതിനിധിയെ പാകിസ്ഥാൻ പുറത്താക്കിയെന്ന വാർത്ത വരുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ നടക്കുന്ന അത്തരം കാര്യങ്ങൾ. മറ്റൊന്ന്, സുരക്ഷാകാര്യ സമിതിയുടെ യോഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം. ഇതുവരെ സ്വീകരിച്ച നടപടികളൊപ്പം ഇനി മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായാൽ എങ്ങനെ വേണം, ഒരു താൽക്കാലിക ധാരണ മാത്രമാണെന്ന് ഇന്ത്യ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇന്ന് നടക്കാനുള്ളത്? ശ്രീജ, ഇന്ന് പ്രധാനപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗമാണ് ചേരുന്നത്. 11 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര ക്യാബിനറ്റ് യോഗം ചേരുന്നത്. അത് നമുക്കറിയാം, ഈ വെടിനിർത്തൽ ധാരണ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിൽ പൂർണ്ണമായും ഉള്ള മന്ത്രിസഭാ യോഗം ചേരുകയും ചെയ്യുന്നത്. അതിൽ ഇതിനുശേഷം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഒപ്പം തന്നെ മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ ഘടകകക്ഷികളെ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, കാരണം സ്വാഭാവികമായും ഇന്ത്യ നിലപാട് പലകുറി അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും. ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് TRF-നെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അടുത്ത ആഴ്ച അതായത് UN-ന്റെ സുരക്ഷാ സമിതിയെ സമീപിക്കാൻ ഇന്ത്യ നീക്കം നടത്തുന്നുണ്ട്. അതിൽ കൃത്യമായി തെളിവുകളടക്കം നൽകിക്കൊണ്ട് ഈ TRF-നെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കും. അക്കാര്യത്തിലും ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതി യോഗവും ചേരുന്നുണ്ട്. ഇത് 3ാം തവണയാണ് സുരക്ഷാ കാര്യങ്ങൾക്കായിട്ടുള്ള സമിതി യോഗം ചേരുന്നത്. ഇതിനിടയിൽ തന്നെ അതിൽ കൃത്യമായ രീതിയിൽ ഈ സൈന്യത്തെ പിൻവലിക്കുന്ന, അതായത് നേരത്തെ തന്നെ DGMO തലത്തിൽ ചില ധാരണകൾ ഉണ്ടായിരുന്നു, സൈന്യത്തെ കുറയ്ക്കാമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ പലയിടങ്ങളിലും ഡ്രോണിന്റെ ഒരു സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അത് കൂടി പരിഗണിച്ചുകൊണ്ട് ഇനി എങ്ങനെ തീരുമാനമെടുക്കണം, അതിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സുരക്ഷാ സമിതിയാണ് തീരുമാനം കൈക്കൊള്ളുക. ഒപ്പം തന്നെ ഇനി 48 മണിക്കൂറിന് ശേഷം വീണ്ടും DGMO തലത്തിൽ അടുത്ത ഒരു ചർച്ച കൂടി നടത്താനുള്ളൊരു വഴി ഒരുങ്ങുന്നുണ്ട്. അതിൽ ഏതൊക്കെ തരത്തിൽ നടപടികൾ സ്വീകരിക്കണം, പാകിസ്ഥാന് മുന്നിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ ചർച്ച ചെയ്യുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെയാണ് നയതന്ത്ര തലത്തിലുള്ള നടപടികൾ. അത് ഇന്ത്യ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു വരികയാണ് ചെയ്തത്. അതിൽ കൃത്യമായ രീതിയിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലായിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്ത് അതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. അതിൽ ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനിടെയാണ് പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഇന്ത്യൻ പ്രതിനിധി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ സമാനമായ രീതിയിൽ നടപടി സ്വീകരിച്ചിരുന്നു. അതായത് പഞ്ചാബിൽ നിന്ന് 2 പേര് രാജ്യസുരക്ഷതയിൽ തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ചോർത്തി നൽകുന്നു, അതിൽ ഈ ഉദ്യോഗസ്ഥന് നേരിട്ട് പങ്കുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതിനിധി ഇന്ത്യ പുറത്താക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഇന്ത്യ വിട്ടു പോകണമെന്നുള്ള നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതിന് പിന്നാലെയാണ് അതിനൊരു മറുപടി എന്ന രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും സമാനമായ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പ്രതിനിധി പാകിസ്ഥാൻ വിടണമെന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നൽകുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്ത്യയുടെ അതിർത്തി മേഖല ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി വെടിനിർത്തൽ ധാരണ വന്നതിന് ശേഷം ഇപ്പോൾ 3 ദിവസമായി ഇപ്പോൾ അതിർത്തി മേഖലയൊക്കെ ശാന്തത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് പോയി തുടങ്ങി. അതിർത്തി മേഖലയിൽ ചില സ്കൂളുകൾ ഒഴികെ മറ്റെല്ലാം തന്നെ തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്കറിയാം, ജമ്മു കാശ്മീരിലെ ചില മേഖലകളിൽ കഴിഞ്ഞ ദിവസവും നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. പൂഞ്ച്, കുപ്വാര, ഇത്തരത്തിൽ ബരാമുള്ള അടക്കമുള്ള മേഖലകളിൽ വീടുകൾ തകർന്നു കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. ഈ ഷെല്ലാക്രമണം അതിരൂക്ഷമായി ബാധിച്ച ഒരു മേഖല കൂടിയാണ്. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു മേഖല കൂടിയാണ്. 13 പേർക്കാണ് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം. 13 പേർക്ക് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്ത ഒരു മേഖല കൂടിയാണ്. ഇവിടെ
ഈ വീടുകൾ അറ്റകുറ്റപ്പണികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യക്തമാക്കിയത്. എന്തായാലും അത് ഉടൻ തന്നെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അത് സജ്ജീകരിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങളെ വീണ്ടും അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ പഞ്ചാബിന്റെയും ഒപ്പം തന്നെ രാജസ്ഥാന്റെയും അതിർത്തിയിലുള്ള ജനങ്ങളിൽ അവിടെ ഈ പാകിസ്ഥാൻ നിരന്തരം ഷെല്ലാക്രമണവും ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണവും ഒക്കെ നടത്തിയ സമയത്ത് വന്നു വീണിട്ടുള്ള ചില ഡ്രോണുകളും മറ്റ് ബോംബുകളും ഒക്കെ തന്നെ പ്രദേശത്തായി ഉണ്ട്. അത് നിർവീര്യമാക്കാനുള്ള നടപടികൾ ഇന്നലെയും സേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ സേനാ വിഭാഗങ്ങൾ തന്നെ പുറത്തുപിടിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനടി അവിടേക്ക് ആളുകൾ തിരികെ മടങ്ങി പോകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ തന്നെ നൽകിയിട്ടുണ്ട്. അവരെ നിലവിൽ കഴിയുന്ന സുരക്ഷിത സ്ഥാനത്ത് തന്നെ ഇനിയുള്ള കുറച്ച് ദിവസം കൂടി, അതായത് ഈ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അങ്ങോട്ടേക്ക് മാറിയാൽ മതി എന്നുള്ളൊരു നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളൊക്കെ ആ മേഖലയിലെ ചില സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ ഇനിയും വൈകുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. മറ്റൊന്ന് ഈ വിമാന സർവീസുകളാണ്. വ്യോമയാന സർവീസുകളെല്ലാം തന്നെ സാധാരണ നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 6 കൂടി ഈ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും ഒക്കെ സർവീസുകൾ വെട്ടിച്ചുരുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു ഇത്തരത്തിലുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ഈ എയർ ഇന്ത്യയും ഒപ്പം തന്നെ ഇന്ത്യയെ സ്വീകരിക്കുകയും ചെയ്തത്. അത് പിന്നീട് അവർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അങ്ങനെ അതെല്ലാം മാറി നിന്നുകൊണ്ട് ഒരു പൂർണ്ണ തോതിലേക്ക് വിമാന സർവീസുകൾ രാജ്യത്തെ എല്ലാ വിമാനത്താവളത്തിൽ നിന്നും ഉയരാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. മിഥുൻ, ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്ത്യ പാക് അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലുകളാണ്. ഇന്നലെ സൗദിയിൽ വീണ്ടും ട്രംപ് പറയുകയാണ് കശ്മീർ വിഷയത്തിൽ തന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായി എന്ന് മാത്രമല്ല, അതിന് ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ വിജയകരമായ രീതിയിൽ ഇടപെടൽ നടത്തിയ JD വാൻസിനെയും മാർക്കോ റൂബിയോയും ഒക്കെ പൊതുവേദിയിൽ വെച്ച് അഭിനന്ദിക്കുന്നു. അങ്ങനെ വലിയൊരു അവകാശവാദം ഇന്നലെ കൂടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ളൊരു വാർത്താ സമ്മേളനം ഉണ്ടാകുമ്പോൾ പോലും ട്രംപ് ഈ വിഷയത്തിൽ തന്റെ നിലപാട് ആവർത്തിക്കുകയാണ്. ഒരു പക്ഷേ ഈ വിഷയം സൗദിയിൽ വെച്ച് അറബ് രാജ്യങ്ങൾക്ക് മുൻപിൽ അങ്ങനെ ഒരു അവകാശവാദം പരസ്യമായി നടത്തുന്നത് മറ്റൊരു തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് ശ്രദ്ധേയമായ ഒരു സമ്മർദ്ദ തന്ത്രമായി കൂടി വേണ്ടേ കാണാൻ. 2019 പരസ്യമായി തന്നെ ഇന്ത്യ പ്രതികരിച്ചതാണ്, ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഇത് തുടർച്ചയായ ദിവസങ്ങളിൽ ട്രംപ് ആവർത്തിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നിലപാട് എന്താവും? ശ്രീജ, അതുതന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തുന്നില്ല, അതിലൊരു വിശദീകരണം നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. കാരണം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു അവകാശവാദം പ്രസിഡന്റ് വീണ്ടും ഉയർത്തുകയും ചെയ്ത് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുകയും ചെയ്ത് അതിനുശേഷം നടത്തിയ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമോ അല്ലെങ്കിൽ ഒരു വാക്കുപോലും പറയാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. അത് മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ പാക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഘർഷങ്ങൾ അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് വരുന്നതിന് ഒരു നിഷ്പക്ഷ ഇടത്തുവെച്ച് ഏതെങ്കിലും തരത്തിൽ ചർച്ച നടന്നിട്ടുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കണം. അത് എങ്കിൽ മാത്രമേ അതിൽ മുന്നോട്ട് പോകൂ. ഒപ്പം തന്നെ കശ്മീർ പോലൊരു വിഷയത്തിൽ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഇടപെടാൻ സാധിക്കുന്നത്? ഇതിനു മുമ്പ് പലതവണ ഇത്തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിൽ പോലും തന്നെ അതിലൊക്കെ ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയിരുന്നു, കൃത്യമായ വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല? കാരണം അതിൽ പ്രധാനമായും അവർ ചോദിക്കുന്ന ഒരു കാര്യം, ഈ രീതിയിൽ അതായത് വ്യാപാര തന്ത്രം മുന്നോട്ട് വെച്ചപ്പോൾ അല്ലെങ്കിൽ ഈ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ഭീഷണി മുഴക്കിയാണ് ഇത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ വരുതിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഒരു സംഘർഷം അവസാനിപ്പിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നതെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു വെക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ഭീഷണിയും ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം തന്നെ കാറുകൾ ഉൾപ്പെടെയുള്ള US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കാമെന്നുള്ള രീതിയിൽ ഏതെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രി തന്നെയാണ്. അങ്ങനെയുള്ള വിവാദങ്ങൾ ഇപ്പോൾ വീണ്ടും ചൂടുപിടിച്ച് ചർച്ചയായി മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഈ കോൺഗ്രസ് ഇക്കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് മറ്റ്
അഭിപ്രായമുണ്ട്. ശരത് പവാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള രഹസ്യാത്മക സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ അതൊരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് വിശദീകരിക്കേണ്ട സാഹചര്യമല്ല, അത് ആ രീതിയിൽ കണക്കാക്കണം. അത്തരത്തിലൊരു സംഭവമല്ല നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചുകൊണ്ട് അക്കാര്യങ്ങൾ രഹസ്യാത്മകമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റ് പാർട്ടികളെയും പാർട്ടി നേതാക്കളെയും ഒക്കെ തന്നെ കൃത്യമായി ബോധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നുള്ളൊരു കാര്യമായിരുന്നു ശരത് പവാർ പറയുകയും ചെയ്തു. മറ്റൊന്ന്, പ്രസിഡന്റ് ട്രംപിന്റെ ഇടപെടൽ, ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. അത് പരസ്യമായി തന്നെ പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് കൂടി ശരത് പവാർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വ്യത്യസ്ത നിലപാട് ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. എന്തായാലും ഇന്ന് 19-ാം തീയതി ഈ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. 19-ന് 2 മണിക്കൂറാണ് ഈ യോഗം വിളിച്ചു ചേർക്കുന്നത്. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് നിലവിൽ മിഥുൻ MG ആണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിലെ സംഘർഷങ്ങൾ ശാന്തമാവുന്നുവെങ്കിലും ഈ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും സർക്കാരിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുമില്ല.